25th സെപ്റ്റംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഇന്ന് ലൈവ് ട്രേഡ് വൈകുന്നേരം പോസ്റ്റ് ചെയ്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒറ്റ സിംഗിൾ ട്രേഡ് ആയിരുന്നു എടുത്തത്. ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രാപ്പ്, ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ആയിരുന്നു 5500 റേഞ്ചിൽ. അപ്പോൾ പിന്നെ നാളത്തെ, അതായത് 25th സെപ്റ്റംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ നോക്കാം നമുക്ക്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് സ്പോട്ട് ചാർട്ടിലും അതുപോലെ ബാങ്കിലും ഒക്കെ ഞാൻ ഫ്യൂച്ചർ ചാർട്ടിലോ ഏതിലാണോ എൻട്രി ചാൻസ് വരിക അതിൽ ഞാൻ ട്രേഡ് എടുക്കാറുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് നമുക്കൊരു ജസ്റ്റ് ഒരു എൻട്രി മിസ്സായില്ല. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. പക്ഷേ ജസ്റ്റ് നമുക്കൊരു എൻട്രി ചെറിയൊരു മിസ്സായി. ഈവൻ തോന്നാലും ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല ട്രേഡ് പക്ഷേ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും കിട്ടിയിരുന്നു. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ഏരിയാസായിട്ട് ഇനി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിൽ പ്രോപ്പറായിട്ട് ഒരുപാട് താഴെയാണുള്ളത്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഒരുപാട് താഴെ ഈ റേഞ്ചിലൊക്കെയാണുള്ളത്. ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റും. 53,145 ഈ ഒരു റേഞ്ചിലാണ് ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ടുള്ളത്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോൾ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഇന്ന് ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈവനിങ് ഒരു 2 മണിയൊക്കെ സമയമായപ്പോൾ ആ ഒരു ഏരിയയാണ് അപ്സൈഡ്. അത് ഓൾറെഡി ടാപ്പ് ചെയ്തതാണ്. ഇനി വേണമെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു ട്രേഡ് നോക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ഏരിയകളാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്, ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ. ഇനി ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറോ സ്പോട്ടോ നിങ്ങൾ ഇതേപോലെ സ്പോട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് അതിൽ ട്രേഡ് എടുക്കുന്നെങ്കിൽ അതിൽ ട്രേഡ് എടുക്കാം. ഫ്യൂച്ചറിലാണെങ്കിൽ അതിൽ ട്രേഡ്, രണ്ടും കുഴപ്പമില്ല. രണ്ടിലും ലിക്വിഡിറ്റി ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ ട്രേഡ് എടുക്കുന്നത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇനി 2 ഏരിയയിൽ മാർക്കറ്റ് ഈ താഴെ ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കുമായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അല്ലാതെ മാർക്കറ്റ് പ്രൈമിൽ നാളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയയിലനുസരിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രാപ്പിനനുസരിച്ചിട്ടോ ആയിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇന്ന് ഞാൻ ചെയ്ത ട്രേഡിൻ്റെ ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞു. ഇനീഷ്യലി ഞാൻ ട്രേഡ് ചെയ്ത ലോജിക്ക് ഇപ്പോൾ പ്രീവിയസ് ഡേയിൽ നിന്നൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പായിരുന്നു. പ്രൈസ് ആക്ഷൻ ട്രാപ്പിന് പുറമെ ഡേലോ ലിക്വിഡിറ്റി ഒക്കെ എടുത്ത സമയത്താണ് ചെയ്തത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ പാറ്റേൺ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മാർക്കറ്റ് എന്താ പറയുക ഒരു 11 മണിയായപ്പോൾ ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വന്ന സമയത്ത് 50 മിനിറ്റ്സിൻ്റെ 5 മിനിറ്റ്സിലൊക്കെ 5 മിനിറ്റ്സിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ക്യാൻഡലിന് താഴേക്കൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ലെവൽ അടുത്ത ലിക്വിഡിറ്റി ഏരിയ എന്ന് വെച്ചിരുന്നത്. ഈ ഒരു ഏരിയ കറക്റ്റ് അവിടെ തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ഒരു ലോജിക്ക്, അത് ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ആയിരുന്നു. അത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചെറിയൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് താഴെ വരുമ്പോൾ ആളുകൾ ഇത്രയും ദിവസം അപ് ട്രെൻഡ് പോയല്ലോ ഇനി താഴേക്ക് വരും എന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് വീണ്ടും ഞാൻ മുകളിലേക്ക് കയറിയത്. നിങ്ങൾക്കറിയാം മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡിലേക്ക് ഇങ്ങനെ ഒരിക്കലും പോകില്ല. എപ്പോഴും താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പിന്നെയും വീണ്ടും അപ്സൈഡിലേക്ക് കയറുക. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വരണമെങ്കിലും താഴേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡ് പോകില്ല. എപ്പോഴും മുകളിലുള്ളൊരു ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരിക. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുക. അങ്ങനെയുള്ള ട്രേഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് കിട്ടും. നമ്മുടെ ട്രേഡിന് 1:5 4 അല്ല 1:6 7 ഒക്കെ പലപ്പോഴും കിട്ടും. ആ ഒരു ട്രേഡ് ഈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കാം. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണെങ്കിൽ ലിക്വിഡിറ്റി ഏരിയ എന്ന് പോയിട്ട് ഈ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ മീൻസ് ഇവിടെ നമുക്കൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയ. അതുപോലെ ഈ ഒരു ഏരിയ ഉണ്ട് 25,855 899. ഈ 2 ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് നോക്കാം. ഇനി മാർക്കറ്റ് നാളെ ഈ ഒരു ലെവലിന് താഴെ, അതായത് 25,920 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഏരിയനെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൗൺ സൈഡും ട്രേഡ് പ്ലാൻ ചെയ്യാം. അതായത് മാർക്കറ്റ് 25,920 താഴെ വരികയാണെങ്കിൽ മാത്രം കേട്ടോ, ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. എനിവേ ഈ ലെവൽസാണ് നിഫ്റ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 3 ലെവൽസ്, താഴെയുള്ള ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി അപ്പ് സൈഡിലേക്കും, മുകളിലത്തെ ടാപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും. മുകളിൽ ശ്രദ്ധിക്കണം, മുകളിലുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലായിരിക്കും ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് മാറുക. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് ആളുകൾ നല്ല കമൻറ്റ്സ് പറഞ്ഞു, അന്നത്തെ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കമൻറ്റ്സ് യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില ആളുകൾ പേഴ്സണലായിട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ട്രേഡിങ്ങിൻ്റെ
സ്റ്റൈലിൽ ഒരുപാട് മാറ്റം വന്നു. ഈ മാസം പ്രോഫിറ്റബിൾ ആയാലും പറ്റിയില്ല, കഴിഞ്ഞ മാസം പ്രോഫിറ്റബിൾ ആവാൻ പറ്റി. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ കുറേ കൂടെ നന്നാക്കാൻ പറ്റി, റിസ്ക് റിവാർഡിനെ നന്നാക്കാൻ പറ്റി. ആ ഏരിയയിലൊക്കെ ഇപ്പോൾ നിങ്ങളിപ്പോൾ മാസം പ്രോഫിറ്റബിളായി അതിലും ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന കാര്യം പലരും എൻ്റെ സൈക്കോളജി കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോസ് ലൈവ് ട്രേഡ്സ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങൾ റിസ്ക് റിവാർഡ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്ന കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.